ഓരോ വർഷവും പാമ്പുകടിയേറ്റ് 1000-ൽ പരം ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിനെ ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പാമ്പിനെ ഭയന്നും പാമ്പുകടി ഏൽക്കാതിരിക്കാനും ആളുകൾ അവരുടെ കണ്ണിൽപ്പെടുന്ന പാമ്പുകളെ തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരുടെ സഹായത്തോടെ അതിനെ പിടികൂടുകയും വനങ്ങളിലേക്ക് ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് രീതിയാണ്. എന്നാൽ ഇന്തോനേഷ്യയിലെ ജാവയിലുള്ള കബറ്റഗൻ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പാമ്പിനെ പേടിയില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവർ പാമ്പുകളെ വലിയ തോതിൽ കൊല്ലുന്നുവെന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ജാവയിലുള്ളവർ പാമ്പിനെ കൊല്ലുന്നത് ഫാഷൻ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാണ്. പാമ്പിന്റെ തൊലി ഉരിഞ്ഞിട്ട് തിളക്കമുള്ള ഹാൻഡ് ബാഗുകൾ, ഷൂസുകൾ, ബെൽറ്റുകൾ തുടങ്ങി നിരവധി ആഡംബര വസ്തുക്കളാണ് ഇവിടെയുള്ളവർ നിർമ്മിക്കുന്നത്. അടുത്തിടെ പാമ്പുകളെ കൊന്ന് ക്രൂരമായി തൊലിയിരുന്ന ദൃശ്യങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ അസ്വസ്ഥതകളും ഉണ്ടാക്കിയിരുന്നു. ഇതോടെയാണ് മാധ്യമങ്ങൾ ജാവയെക്കുറിച്ചും അവിടെ നടക്കുന്ന വ്യവസായത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് പുറത്തുവിട്ടത്. ഗ്രാമത്തിലെ വക്കീറ എന്ന ആളുടെ കശാപ്പുശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഇയാളെ ബോസ് കോബ്ര എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്തോനേഷ്യയിലെ മാർക്കറ്റുകളിൽ ചുളുവിലയ്ക്കാണ് വിറ്റഴിയുന്നത്. എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ്. 33 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ ലാഭം ലഭിക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് വക്കീറയുടെ ഫാക്ടറിയിൽ 10 പേർ ജോലി ചെയ്യുന്നുവെന്നാണ്. പ്രതിമാസം 13 ലക്ഷം രൂപയുടെ വരുമാനം ഫാക്ടറിയിൽ നിന്ന് മാത്രം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഉഗ്രവിഷമുള്ള മൂർഖന്റെ തൊലി വരെ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവർ ഉരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുത്ത തൊലികൾ ജാവയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കരകൗശല വിദഗ്ധരാണ് പാമ്പിന്റെ തൊലി ഉപയോഗിച്ച് തിളക്കമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. പാമ്പിന്റെ തൊലി ഉരിയുന്ന രീതിയും പുറത്തു വന്നിട്ടുണ്ട്. പാമ്പിന്റെ വായ്ക്കുള്ളിലൂടെ നീളമുള്ള ഒരു പൈപ്പ് കടത്തിവിടും. ശേഷം വായ്ക്കുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ പാമ്പുകളെ ഒരു മാംസക്കുളത്തിൽ കെട്ടിയിടുന്നു. ശേഷം തൊലി ഇരിയുകയാണ്. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ചില പാമ്പുകൾ ചത്തുപോകും. മറ്റു ചില കുറച്ചു നേരം കൂടെ ജീവിച്ച് ചാകുന്നു. വേർതിരിച്ചെടുക്കുന്ന തൊലി സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെയും അല്ലാതെയും നന്നായി ഉണക്കിയെടുക്കുന്നു. എന്നിട്ടാണ് വിവിധ ഇടങ്ങളിലേക്ക് അയക്കുന്നത്. പാമ്പിന്റെ മാംസത്തിനും പല സ്ഥലങ്ങളിലും വൻ ഡിമാൻഡാണ്. ചിലർ ഭക്ഷണത്തിനും മറ്റു ചിലർ പ്രത്യേക മരുന്നുകൾ തയ്യാറാക്കാനും മാംസം ഉപയോഗിക്കുന്നുണ്ട്. ഇന്തോനേഷ്യക്കാരുടെ വിശ്വാസമനുസരിച്ച് പാമ്പിന്റെ മാംസം ചർമ്മരോഗങ്ങൾ തടയാനും ആസ്മയ്ക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുവെന്നാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടെ മൃഗങ്ങളോടുള്ള ക്രൂരത തുറന്നു കാണിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഭൂരിഭാഗം ആളുകളും പ്രതികരിച്ചിരിക്കുന്നത്.